എല്ലാവരെയും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് രാവിലെ അമ്മയാണ് വിളക്കെല്ലാം തേച്ച് തന്നത്. അപ്പോൾ ഞാൻ തൂത്തൊക്കെ വാരിയിട്ട് ഓടിപ്പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. കുളിച്ചിട്ട് വന്നിട്ട് ഇനി വിളക്ക് കത്തിക്കണം, നമുക്ക് അമ്പലത്തിലൊക്കെ പോകണം. അപ്പോൾ ഇന്ന് ഒരുപാട് വിശേഷങ്ങളുള്ള ഒരു ദിവസമാണ്. വേറൊന്നുമല്ല, നമുക്ക് 1-2 അമ്പലങ്ങളിലൊക്കെ പോകാനുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അങ്ങനെ നമ്മളിനി ഏത് അമ്പലങ്ങളിൽ പോയാലും വീടാണ് ഏറ്റവും വലിയ അമ്പലം. അപ്പോൾ വീട്ടിൽ തൂത്തുവാരി വിളക്ക് കത്തിച്ചതിന് ശേഷം മാത്രമേ അമ്പലങ്ങളിൽ പോവാറുള്ളൂ. അതാണ് കുറച്ചും കൂടെ ഐശ്വര്യം. അങ്ങനെ ഞങ്ങൾ 3 ആളുമാണ് അമ്പലത്തിൽ പോയത്. അങ്ങനെ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ കുറേ നാളെ, ഒരു 2 വർഷമായി ഞങ്ങൾ ഈ അമ്പലത്തിൽ പോയിട്ട്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എല്ലാ മാസവും പോയിക്കൊണ്ടിരുന്നതാണ് ഈ അമ്പലത്തിൽ. ഇവിടെ നമ്മൾ പോയിട്ട് സന്താന ഗോപാല അർച്ചനയും അതുപോലെ തന്നെ വെണ്ണ നിവേദ്യമൊക്കെ മുടങ്ങാണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് കേശുക്കുട്ടനെ കിട്ടാനായിട്ട്. പിന്നെ മോനെ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല ഈ അമ്പലത്തിൽ. അപ്പോൾ 2 വർഷമല്ല, 4 വർഷത്തിൽ കൂടുതലായി ഞങ്ങൾ അമ്പലത്തിൽ വരാതായിട്ട്. അങ്ങനെ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ അമ്പലത്തിന് ഒരുപാട് ചരിത്ര പ്രാധാന്യമുണ്ട്. നമ്മുടെ നാട്ടിലെ അമ്പലമാണെങ്കിലും ഇതിൻ്റെ പിന്നിലുള്ള കഥകളൊക്കെ എല്ലാം നിങ്ങൾക്കൊക്കെ അറിയാമെന്നുള്ളതായിരിക്കും. വേറെ ഒന്നുമല്ല, ഈ ഒരു കുളത്തിനെ പറ്റിയാണ് ആ ഒരു കഥയുള്ളത്. ഇവിടെ 8 വീട്ടിൽ പിള്ളമാരിൽ പ്രധാനിയായിരുന്ന കഴക്കൂട്ടത്ത് പിള്ളയുടെ 8 കെട്ട് തറവാടും കളരിപ്പുരയൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഈ കുളം തോണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പിന്നിലെ ചരിത്രം പറയണത് ഇങ്ങനെയാണ്. പണ്ട് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജ്യഭരണം ഏറ്റെടുത്ത സമയത്ത് അദ്ദേഹം ആദ്യം തന്നെ ചെയ്തത് തൻ്റെ രാജ്യം തൃപ്പടിദാനമായിട്ട് പത്മനാഭൻ്റെ കാലിൽ സമർപ്പിക്കുക, പത്മനാഭ പാദത്തിൽ സമർപ്പിക്കുക എന്നുള്ളതായിരുന്നു. തൃപ്പടിദാനമൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതല്ലേ. അതിനുശേഷം പത്മനാഭദാസന്മാരായിട്ടാണ് പിന്നീട് അങ്ങോട്ടുള്ള രാജാക്കന്മാരെല്ലാം ഭരിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ആ സമയത്ത് രാജ്യത്തിനെതിരായിട്ട് നിന്നവരായിരുന്ന 8 വീട്ടിൽ പിള്ളമാർ. അപ്പോൾ ഈ രാജാവ് മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 8 വീട്ടിൽ പിള്ളമാരെ തൂക്കിലേറ്റി. അതിനുശേഷം അവരുടെ കുടുംബത്തിലുണ്ടായിരുന്ന സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും എല്ലാം നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയുള്ള വലിയ തുറയിലുള്ള മുക്കുവർക്ക് പിടിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെ അതിൽ മനംനൊന്ത് ഒരുപാട് കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ കടലിൽ ചാടി ആത്മഹത്യ ചെയ്തെന്നാണ് പറയണത്. പിന്നെ ഈ മരണത്തെ പേടിച്ചിട്ട്, മരണഭയം കാരണം കുറച്ചു പേര് മാത്രം ഈ കഷ്ടതകളെല്ലാം സഹിച്ച് മുക്കവരുടെ കൂടെ അവരുടെ കുടിലിൽ താമസിച്ച്, അങ്ങനെയാണ് ആ ഒരു ഐതിഹ്യമുള്ളത്. അപ്പോൾ നമ്മുടെ ഈ മലയാളത്തിലൊരു പ്രയോഗമില്ലേ, വീട് കുളംകോരി എന്ന്, ആ ഒരു പ്രയോഗം തന്നെ ഉണ്ടായത് ഈ ഒരു കുളത്തിനെ സംബന്ധിച്ചിട്ടാണെന്ന്. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും ഇപ്പോഴും ഒരു പിടികിട്ടാത്ത ഒരു ചോദ്യമാണല്ലോ, രാജാവാണോ ശരി അതോ 8 വീട്ടിൽ പിള്ളമാരായിരുന്നോ ശരിയെന്ന്. എന്തായിരുന്നാലും ഈ ഒരു കഥ എപ്പോഴും നമുക്കൊരു നൊമ്പരപ്പെടുത്തുന്ന ഒരു കഥയാണ് ഈ ഒരു കാര്യം കേൾക്കുമ്പോഴേക്ക്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും കേട്ടോ, നമ്മളൊന്ന് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാലും മതി. പണ്ട് എന്ത് പ്രതാപമായിട്ട് ഉണ്ടായിരുന്ന ഒരു 8 കെട്ട് തറവാടും കളരിപ്പുരയും ഒരുപാട് ആൾക്കാരും അവരുടെ ആ ഒരു പ്രതാപവും എങ്ങനെ ഉണ്ടായിരുന്നത് സ്ഥലമായിരുന്നല്ലേ. ഇപ്പോൾ അതെല്ലാം ഇടിച്ച് നിലംപരിശാക്കി അവിടെ കുളം കോരി ഈ ഒരു നിലയിലാക്കിയത്. ആ കുളം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ചെറിയ കുളമൊന്നുമല്ല, അത്രയും വലിയൊരു കുളമാണ്. അപ്പോൾ ഒരുപാട് പേരുടെ നൊമ്പരങ്ങളുടെ കഥയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതിന് പ്രായശ്ചിത്തം എന്നോണമാണ് രാജാവ് അതിൻ്റെ സൈഡിലായിട്ട്, അതിൻ്റെ കരയിലായിട്ട് ഈ ഒരു ക്ഷേത്രം, അതായത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പണി കഴിപ്പിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എവിടെയോ ഒരു കൊട്ടാരവും ഉണ്ട്. അവരൊരു ഇടത്താവളമായിട്ടൊരു കൊട്ടാരം പണിതിരുന്നു. പക്ഷേ ആ കൊട്ടാരം ഇപ്പം ജീർണിച്ച് അത് മണ്ണടിയാറായ അവസ്ഥയിലാണെന്നാണ് പറയപ്പെടുന്നത്. ഈ കൊട്ടാരം എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല, അതൊക്കെ കേട്ട കേൾവി മാത്രമാണ്. പിന്നെ ഇതിൻ്റെ അടുത്താണ് പ്രശസ്തമായിട്ടുള്ള മഹാദേവ ക്ഷേത്രം ഉള്ളത്. കഴക്കൂട്ടത്ത് മഹാദേവൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് അതും. അങ്ങനെ ഇവിടെ വന്നപ്പോഴേക്ക് ഈ കുളത്തിൽ ഇപ്പോൾ നിറച്ച് മീനാണ്. കാർപ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, നിറയെ ആമകളുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴേക്ക് അങ്ങനെ മീനൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് കേശുവിനെ ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു, മോനെ പണ്ട് ഇവിടെ വലിയൊരു കൊട്ടാരം പോലെ ഒരു വീടുണ്ടായിരുന്നു, അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഇവിടെ താമസിച്ചിരുന്നു. അപ്പോൾ ആ കഥകളൊക്കെ കേൾക്കുമ്പോൾ കുഞ്ഞു മനസ്സാണെങ്കിലും കേശുവിനും ഇങ്ങനെ ചെറിയൊരു വിഷമമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ രാജാവ് അവരെ കൊന്നു കളഞ്ഞതാണ്. അപ്പോൾ കേശു ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അമ്മേ അവരെ കൊന്നത്, അവർ കള്ളന്മാരായിരുന്നു എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കഥകൾ കേൾക്കുമ്പോൾ കൊച്ചുങ്ങൾക്കായിരുന്നാലും വലിയ ആൾക്കാരുന്നാലും എവിടെയോ ഒരു നൊമ്പരം തോന്നുമല്ലോ. അപ്പോൾ അതേപോലെ പിന്നെ ഇവിടുത്തെ മീനുകൾക്കെല്ലാം ആൾക്കാരിങ്ങനെ പൊരി വാങ്ങിച്ചിട്ട് കൊടുക്കുന്നത് കണ്ട് നമ്മൾ മുന്നേ വന്നുകൊണ്ടിരുന്ന സമയത്തൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴും പൊരി കൊടുക്കുന്ന കണ്ടിട്ട് ഞങ്ങൾ ചോദിച്ചപ്പോഴേക്ക് 10 രൂപയേ ഉള്ളൂ, ഒരു പാക്കറ്റ് പൊരി കിട്ടും. അതുകൊണ്ട് ഇവിടുത്തെ ആ മീനുകൾക്കൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മീനുകൾക്കെല്ലാം പൊരിയൊക്കെ ഇട്ട് കൊടുത്ത്. പക്ഷേ ഒരു കുഞ്ഞൻ അമ്പലമാണ്, ചെറിയൊരു അമ്പലമാണ്, ഒരുപാട് നമുക്ക് വിശ്വാസമുള്ളൊരു അമ്പലം കൂടെയാണിത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നമ്മൾ അമ്പലത്തിൽ പോയപ്പോഴേക്കും
തുളസിമാലയൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോഴും കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയാലും തുളസിമാല അല്ലെങ്കിൽ വെണ്ണ നിവേദ്യം നടത്തുന്നത് നല്ലതാണെന്നല്ലേ പറയണത്. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളാണല്ലോ നമ്മൾ കൊടുക്കാനുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യമായിരുന്നാലും അങ്ങനെ തന്നെ. നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ കേശുവിൻ്റെ കാര്യമായിരുന്നാലും ഇപ്പോൾ ചേട്ടൻ്റെ കാര്യമായിരുന്നാലും ഞാൻ എപ്പോഴും അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ചേട്ടൻ അങ്ങനെയല്ല കേട്ടോ. ചേട്ടൻ ഇഷ്ടമുള്ളതായിരിക്കും നമുക്ക് വാങ്ങിച്ചു തരുന്നത്. ഞാൻ എപ്പോഴും പറയും മനുഷ്യൻ അങ്ങനെയല്ല, അവരവരെ ആഗ്രഹം ചിലപ്പോൾ ചെറിയൊരു പൂവായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങളില്ലേ, അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് കൊടുക്കുമ്പോഴാണ് ആ ഒരു സമ്മാനം, ഒരു ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അത് പ്രഷ്യസ് ആവണത്. അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അമ്പലത്തിൽ ഇറങ്ങിയിട്ട് നേരെ ഇവിടെ രസവട വാങ്ങാനാണ് വന്നത്. അങ്ങനെ രസവടയൊക്കെ വാങ്ങിയിട്ട് ഇനി കോലത്തുകര അമ്പലത്തിൽ കൂടെ കയറണം. അതും ഇതുപോലെ തന്നെ ഒരുപാട് പ്രശസ്തമായിട്ടുള്ളതും ഒരുപാട് പ്രാധാന്യമുള്ള ഒരു അമ്പലമാണ്. പിന്നെ ഇതാണ് എൻ്റെ വിദ്യാലയം. ഞാൻ പഠിച്ച സ്കൂൾ ഇതായിരുന്നു, കോലത്തുകര ക്ഷേത്രം. അതും പണ്ട് കുടിപ്പള്ളി കൂടെ ആയിരുന്നു. ശ്രീകൃഷ്ണനെന്ന് ഗുരുസ്വാമി പണ്ട് പണി കഴിപ്പിച്ചൊരു കുടിപ്പള്ളിക്കൂടമായിരുന്നു. ഇപ്പം അത് വലിയ ഹയർ സെക്കൻഡറി സ്കൂളായിട്ടൊക്കെ മാറിക്കഴിഞ്ഞ്. അപ്പോൾ ലോകത്തിൽ ആദ്യത്തെ ഗുരുദേവ ക്ഷേത്രമാണ് നമ്മുടെ കോലത്തുകര ക്ഷേത്രം. പിന്നെ അങ്ങനെ ഒരു പ്രശസ്തി ആർജിച്ച ക്ഷേത്രമാണ്. പിന്നെ അല്ലാണ്ട് ഗുരുദേവൻ രണ്ടാമത് ശിവപ്രതിഷ്ഠ നടത്തിയത് കോലത്തുകരയാണ്. ആദ്യത്തെ ശിവപ്രതിഷ്ഠ നടത്തിയതിന് ശേഷം രണ്ടാമത് ഇവിടെയാണ് വന്ന് ശിവപ്രതിഷ്ഠ നടത്തിയത്. പിന്നെ ഇവിടെയാണ് ഇപ്പോഴാണ് ഇവിടെ ഒരു ഗോപുരവാതിലൊക്കെ ഉണ്ടായത്. ഇതിൻ്റെ പണികളൊക്കെ ഇപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരുപാട് കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അമ്പലമാണ് ഇപ്പോഴും. പണ്ടൊന്നും അങ്ങനെയല്ലായിരുന്നു. ഈ ഇടയ്ക്കാണ് ഈ ഗോപുരവാതിലിൻ്റെ പണിയൊക്കെ തീർന്നത്. നല്ല രസമാണ് അവിടെ കയറി ഇതൊക്കെ കാണാനായിട്ട്. അപ്പോൾ കേശൂര് വരുമ്പോഴേക്ക് ഇതൊക്കെ മോന് കാണണം. അവൻ വരണത് പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ, ഇതൊക്കെ കാണാൻ വേണ്ടിയല്ലേ. പിന്നെ ഈ ഒരു ഭാഗത്താണ് എൻ്റെ അച്ഛൻ്റെ കുടുംബമായിരുന്നത്. അപ്പോൾ അവിടെ കാണുമ്പോൾ ഒരു വിഷമം തോന്നും. പണ്ട് നമ്മളെപ്പോഴും പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ നമ്മുടെ ആ കുടുംബ വീടൊക്കെ വിറ്റ് അവിടെ ഇപ്പോൾ ആരുമില്ല. എന്നാലും നമ്മൾ ആ ഒരു സ്ഥലം കാണുമ്പോഴേക്ക് അപ്പം ഞാൻ ഇങ്ങനെ മോന് പറഞ്ഞു കൊടുത്തു ഇവിടെ ആയിരുന്നു അപ്പാപ്പൻ്റെ സ്ഥലമെന്നൊക്കെ. അവനെ ഇവിടെ തന്നെ ഇത്ര തന്നെ. അപ്പം കണ്ടില്ലേ, ലോകത്തിലെ ആദ്യത്തെ ഗുരുദേവ ക്ഷേത്രം. അങ്ങനെ ഞങ്ങളിതാ പ്രാർത്ഥിച്ചിട്ട് ഇനി ഇവിടെ ഒരു തേങ്ങ അടിക്കണമായിരുന്നു ഗണപതിക്ക്. പിന്നെ ഇവിടെ ഈ ഗണപതി വിഗ്രഹത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പണ്ടൊരു സന്യാസിയുടെ സമാധിയുടെ മുകളിലാണ് ഇവിടുത്തെ ഗുരുവിനെ അല്ല ഇവിടുത്തെ ഗണപതിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ശ്രീനാരായണ ആശ്രമം ഉണ്ടല്ലോ, ഇതിനകത്ത് കയറിയാൽ നമുക്ക് ഗുരുദേവൻ ഉപയോഗിച്ചിരുന്ന മെതിയടിയും ഇരുന്ന കസേര കിടന്ന കട്ടിലൊക്കെ അവരിങ്ങനെ പ്രഷ്യസ് ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു 3 ആൽമരങ്ങളുണ്ട്. അമ്പലത്തിനകത്ത് ഒരെണ്ണവും അല്ലാണ്ട് പുറത്തായിട്ട് 2 ആൽമരങ്ങളുണ്ട്. അത് 3ഉം ഗുരുദേവൻ നട്ടുപിടിപ്പിച്ചതാണ്. ത്രിമൂർത്തി സങ്കല്പത്തിൽ 3 ആൽമരങ്ങൾ ഭഗവാൻ എന്നല്ല സ്വാമി വെച്ച് പിടിപ്പിച്ചതായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ആലിൻ്റെ മൂട്ടിലൊക്കെ ഇരുന്നിട്ടാണ് പോയത്. പിന്നെ ഇവിടെ പ്രസാദം എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ വെച്ചിരിക്കും ഒരു കൗണ്ടർ പോലെ, നമുക്ക് അവിടെ നിന്ന് എടുക്കാം പ്രസാദമെല്ലാം. അങ്ങനത്തെ കണ്ടില്ല. ആ 2 ആൽമരങ്ങൾ ഇതാണ്, ഒന്നായിരുന്നു അകത്തുണ്ടായിരുന്നത്. അങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് നേരെ ഇനി തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴേക്ക് അമ്മ അവിടെ തുണിയൊക്കെ അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അപ്പം ചുടണം. രസവടയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നല്ലോ, ഇനി അപ്പം ഉണ്ടാക്കണം, ചമ്മന്തിക്കറി ഉണ്ടാക്കണം. അപ്പോൾ രാവിലെ ഒന്നും ഉണ്ടാക്കാതെയൊക്കെയാണ് പോയത്. ഇന്ന് പിന്നെ വേറെ വലിയ ജോലികളൊന്നും ഇല്ല, എല്ലാം ഇന്നലത്തെ ബാലൻസൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ കറികളൊന്നും അധികമൊന്നും ഉണ്ടാക്കണ്ട, മീൻ കറിയൊക്കെ ഇരിക്കുമായിരുന്നു. ഇനി കുറച്ച് അരി ഇടണം. ചോറ് ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കുറച്ച് വിരുന്നുകാരുള്ള ദിവസമാണ്, അവർക്ക് ആഹാരം കൊടുക്കണമല്ലോ. അപ്പം നമ്മൾ കൊടുക്കണ സമയത്ത് നല്ല പഴയ ചോറൊന്നും കൊടുക്കാറില്ല, ഇതേപോലെ പുതിയതായിട്ട് ചോറ് വെച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രം ചെറിയൊരു മൺകലം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നാഴി അരി മാത്രമേ ഇടണുള്ളൂ. അപ്പോൾ നാഴി അരി ഇട്ട് ഇനി ചോറ് വയ്ക്കണം. പിന്നെ മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. മീൻ നമ്മുടെ നാട്ടിൽ കണ്ണൻ കൊഴിയാളെന്ന് പറയും. അപ്പോൾ ഇത് ഇന്നത്തേക്ക് വേണ്ട, നാളത്തേക്ക് മതി. ഇന്നലെ വെച്ച ചൂര മീൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ചൂര അമ്മ 2ആയിട്ടാണ് വെച്ചത്. ഒന്ന് മുള്ളൻ തലയായിട്ടും നമ്മൾ തലഭാഗമില്ലായിരുന്നു, നമ്മളിവിടെ മുള്ളൻ തലയും വെക്കണമെന്ന് പറയും, അതിനെ സെപ്പറേറ്റ് വെച്ച്, കാരണം കുറച്ച് വലിയ ചൂരയായിരുന്നു. പിന്നെ അതിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം അല്ലാണ്ടും വെച്ച്, അങ്ങനെയാണ് മീൻ വെച്ചിരുന്നത്. അത് 2ഉം ഇന്നലെ തീർന്നില്ല, ഇന്നത്തേക്ക് കൂടെ ഉണ്ട്. പിന്നെ ചെറിയൊരു മൺകലത്തിൽ അരിയും ഇട്ടിട്ടുണ്ട്.
അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ തൊട്ടുള്ള ജോലികളൊക്കെ ഉള്ളൂ. പിന്നെ ഇനി ഇതാ ഒരു പണി കിട്ടാൻ പോണത് 2 ദിവസത്തേക്ക് പൈപ്പിൽ വെള്ളം ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കലങ്ങളിലൊക്കെ ഇങ്ങനെ വെള്ളം പിടിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്രം അനുസരിച്ചിട്ട് ഇവിടെ നമുക്ക് കിണർ കുത്താനെന്ന് വെച്ചാൽ കിണർ കുഴിക്കാനെന്ന് വെച്ചാൽ ഒരു അറുമ്പാദവും ഇല്ല. നമ്മളിങ്ങനെ ഒരു കുന്നിൻ്റെ മുകളിൽ പോലെയാണ് നമ്മളെ സ്ഥലമുള്ളത്. അപ്പോൾ കിണറുള്ള വീടുകൾ ചുരുക്കമാണ്. 1-2 വീട്ടിലൊക്കെ കിണറുള്ളൂ, അതും ഭയങ്കര ആഴമാണ് കിണറിന്. അങ്ങനെ ഇതാ 2 മുരിങ്ങയ്ക്ക് ഞാൻ അന്ന് എടുത്തതിൻ്റെ ബാലൻസ് 2 മുരിങ്ങയ്ക്ക് നിൽക്കണത് കണ്ട് അങ്ങനെ അത് പോയി എടുത്തതാണ്. നമ്മൾ പാലുമുളവ് നിറച്ച് കാച്ചി നിൽക്കുകയാണ്. പിന്നെ അമ്മ എന്തെന്ന് വെച്ചാൽ പാവയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു, ഇന്നലെ വെച്ചതിൻ്റെ ബാലൻസ് കുറച്ച് പാവയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതിനെ എടുത്തിട്ട് അതിനെ മെഴുക്ക് വരട്ടിയല്ല തോരൻ പോലെ വയ്ക്കും. പക്ഷേ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരുപാട് ഗുണമല്ലേ പാവയ്ക്കൊക്കെ കഴിക്കാനായിട്ട്, എനിക്കും ഇഷ്ടമാണ്, ഇഷ്ടക്കേടൊന്നുമില്ല. അങ്ങനെ അമ്മ അതിനെ തോരൻ വെക്കാമെന്നും പറഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ ഉത്സവങ്ങളൊക്കെ അടുത്തിട്ടുണ്ട്. നമ്മുടെ ഏരിയയിൽ ആദ്യത്തെ ഒരു ഉത്സവം നടക്കുന്നത് മാടനടയിലാണ്. അപ്പോൾ അവിടുത്തെ ഇന്ന് എഴുന്നള്ളത്ത് ഇന്ന് രാത്രിയാണ്. അവിടെ എല്ലാ വർഷവും വെള്ളിയാഴ്ച ദിവസമാണ് എഴുന്നള്ളത്ത് വരണത്. അങ്ങനെ ഇനി രാത്രി എഴുന്നള്ളത്തൊക്കെ കാണാൻ പോകണം. അങ്ങനെ ചമ്മന്തി കറിയൊക്കെ ഇതാ റെഡിയാക്കി ഇനി കടുകൊക്കെ താളിച്ചൊഴിക്കണം. പിന്നെ കടുക് താളിച്ചൊഴിക്കുമ്പോഴേക്കും കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് തേങ്ങ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് അതും കൂടെ കടുക് താളിച്ചൊഴിക്കുന്നതിൻ്റെ കൂട്ടത്തിലിട്ട് ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണെന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ചെയ്യുമ്പോഴേക്കും അങ്ങനെ ചെയ്ത് നോക്കണം. നമ്മൾ ചിലതിനൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്, എല്ലാ കറികൾക്കും അങ്ങനെ ചെയ്യാറില്ലെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പറഞ്ഞതല്ലേ, അപ്പോൾ ഇനി ഉറപ്പായിട്ട് എല്ലാ കറികളിലും അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇനി അടുത്ത ആഴ്ച ആറ്റുകാല് കൊടിയേറയാണ്. നമ്മൾ പനേരമൂട്ടിൽ പാട്ട് തുടങ്ങിയാണ്. പാട്ട് തുടങ്ങണമെന്ന് പറഞ്ഞാൽ ഉത്സവം കൊടിയേറണേനെയാണ് നമ്മൾ പാട്ട് തുടങ്ങണമെന്ന് പറയുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് എല്ലാം ഒരു ഓളമായിരിക്കും. അപ്പോൾ ഇനി വീടൊക്കെ എല്ലാം ഒന്ന് അടിച്ച് നനച്ച് വൃത്തിയാക്കിയൊക്കെ ഇടാനുണ്ട്. പിന്നെ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് റോഡ് സൈഡിൽ, അവിടെയൊക്കെ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമ്മുടെ അമ്മയുടെ ഉത്സവമല്ലേ, അപ്പം നമ്മളും വീടും നമ്മളെ പരിസരമൊക്കെ നമ്മൾ അതിനൊത്ത് ഒരുക്കി നിർത്തണ്ടേ. അപ്പോൾ ഇനി അങ്ങോട്ടൊക്കെ കുറേ അതൊക്കെ ആയിരിക്കും ജോലികൾ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കണ്ണൻ കോഴിയാണല്ലോ, 2 എണ്ണം 150 രൂപയായിരുന്നു. പക്ഷെ വലിയ മീനായിരുന്നു കേട്ടോ. നമ്മൾ ചന്തസമയം കഴിഞ്ഞതിന് ശേഷമാണ് പോയി വാങ്ങിയത്, അതുകൊണ്ട് നല്ല ലാഭത്തിന് കിട്ടി. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മീൻ ഇങ്ങനെ തലേ ദിവസമേ വാങ്ങിച്ചങ്ങ് റെഡിയാക്കി വെക്കും. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ജോലികളൊക്കെ കഴിയുമ്പോഴേക്കും നല്ല ലേറ്റാവും. ഇതാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് കഴിയുമല്ലോ. അങ്ങനെ അപ്പോൾ നാളത്തേക്കാണെങ്കിലും അമ്മ അതിനെ അങ്ങ് റെഡിയാക്കി. ഇന്നിപ്പോൾ മീനിൻ്റെ വേറെ ജോലിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിനെ ഒന്ന് കട്ട് ചെയ്ത് കഴുകി അങ്ങ് വെച്ചാൽ പിന്നെ നാളെ ആകുമ്പോഴേക്കും ആ ഒരു ജോലി ഇല്ല. രാവിലെ എഴുന്നേറ്റ് ഉടനെ അങ്ങ് ബാക്കി പണികൾ തുടങ്ങാമല്ലോ. അങ്ങനെ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും ജലദോഷം, കേശുക്കുട്ടനും ജലദോഷം, അമ്മയ്ക്ക് ജലദോഷം, എനിക്ക് ജലദോഷം, ചേട്ടനും ജലദോഷം മാത്രമല്ല എനിക്കാണെങ്കിൽ പെട്ടെന്ന് തൊണ്ടവേദന വരും. ആദ്യമൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. ചിലപ്പോൾ പ്രായം ചെല്ലുന്തോറും ആയിരിക്കും ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ വരണത്. നല്ല തൊണ്ടവേദനയും ഒച്ചയടപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ചമ്മന്തി കറിയൊക്കെ ആക്കി വെച്ചായിരുന്നു. ഇനി അപ്പം ചുടണം. അപ്പോൾ അതിനായിട്ട് ഇതാ മാവൊക്കെ ഒന്ന് കലക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും മാവൊന്നും ഒരുമിച്ച് കലക്കി വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് മാവ് വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് അതിനെ അങ്ങ് ഉപ്പൊക്കെ ഇട്ട് കലക്കി വെച്ചിട്ട് അതിനെ അങ്ങ് അപ്പം ചുടും. ബാലൻസ് ഇതേപോലെ എടുത്തങ്ങ് ഫ്രിഡ്ജിൽ കയറ്റും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം എങ്ങാനും മാവ് വെളിയിലിരുന്നാൽ അമ്മ അപ്പോഴും പറയണേക്കെ ഈ പെണ്ണെ പെട്ടെന്ന് അങ്ങ് എടുത്ത് അത് പൊളിച്ചു പോകുമെന്ന് പറയും. ഞാൻ വിചാരിക്കും കേട്ടോ, പണ്ടൊക്കെ അവരെങ്ങനെയായിരുന്നു അത് ഈ ഫ്രിഡ്ജിലായിരുന്ന സമയത്തൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു മെയിൻറ്റെയിൻ ചെയ്തതെന്ന് എനിക്ക് ഭയങ്കര അതിശയമാണ്. അപ്പോൾ അന്നൊന്നും ചിലപ്പോൾ ഇത്രയും ചൂടില്ലായിരുന്നിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. ഇപ്പോൾ പിന്നെ ഫ്രിഡ്ജില്ലാത്ത ഒരു വീടിനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെ ഫാനിൻ്റെ കാര്യം. പണ്ട് ഞങ്ങളെ വീട്ടിൽ ആകെപ്പാട് ഒരൊറ്റ ഫാനാണ് ഉണ്ടായിരുന്നത്. ഞാനും അനിയത്തിയും കിടക്കുന്നിടത്ത് ഫാൻ ഇടാറും ഇല്ല, ഫാൻ ആ മുറിയിൽ ഇല്ലായിരുന്നെന്ന് വേണം പറയാനായിട്ട്. നമ്മൾ എന്ത് സുഖമായിട്ട്, അതും എനിക്ക് പണ്ടൊരു കമ്പിളി ഉണ്ടായിരുന്നു, ഞാൻ അത് മൂടി അല്ലാണ്ട് കിടക്കൂല. അമ്മ എപ്പോഴും വഴക്കൂല, അത് ഞാൻ കഴിവ് പോലും ഇല്ലെന്ന് പറയും. കഴിവ് അത് ആ നാറ്റം അടിച്ചാലേ അവൾക്ക് ഉറക്കം വരുവോളം എന്നാണ് അമ്മ എപ്പോഴും പറയണത്. ഞാൻ അങ്ങനെ മൂടി പുതച്ച് ആ കമ്പിളി മൂടിയേ കിടക്കോളായിരുന്നു. ഇപ്പോൾ ആ കമ്പിളിയൊക്കെ എവിടെ പോയോ എന്തോ. അപ്പോൾ ഇപ്പോഴാ സ്ഥാനത്ത് ഈശ്വര ഫാനും ഇട്ട് AC ഇട്ട് കിടന്നാൽ പോലും ചൂടിന് ഒരു അറമ്പാതവും ഇല്ല, ഭയങ്കര ചൂടാണ്. അപ്പോൾ ഈ കാലാവസ്ഥകളൊക്കെ കാലാവസ്ഥ മാറിയെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് ഒരു വീടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 3 വീടായി. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ ഏരിയയിലൊക്കെ ഇപ്പം ഞങ്ങളുടെ അവിടെ ആയിരുന്നാലും നമ്മുടെ ആ ഒരു
12 സെൻറ്റിനകത്ത് ഞങ്ങൾ ഓടിട്ട ഒരു വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആ സ്ഥാനത്ത് 3 വീടായി. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ളതായിരുന്നാലും അവിടെയും ഒരൊറ്റ വീടായിരുന്നു. ആ സ്ഥാനത്ത് ഇപ്പോൾ ഒരു വീടായി, ഒരു അംഗൻവാടിയായി. അതിൻ്റെ അപ്പുറത്തെ വസ്തു വെറുതെ അവർ വിൽക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ചുറ്റും നോക്കിയാലും അങ്ങനെ തന്നെ. പിന്നെ അന്ന് ചക്ക വാങ്ങിച്ചപ്പോഴേക്കും ഉണ്ടായിരുന്ന കുറച്ച് ചക്കക്കുരുവായിരുന്നു. അമ്മ അതിനെ തൊലിച്ചിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു കവറിൽ കെട്ടിയേക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന്. അപ്പോൾ ഇന്നെടുത്ത് അതിനെ മെഴുക്കുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. നല്ല ടേസ്റ്റാണ് ചക്കക്കുരു ഇങ്ങനെ മെഴുക്കുരട്ടി ഉണ്ടാക്കിയാൽ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ച് ചക്കക്കുരു എടുക്കണം, അതിലേക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ മുളക്, എരിമുളകെന്നല്ല, സാധാരണ മുളക് കീറി, ഒരു 4-5 മുളക് കീറി ഇട്ട് കൊടുക്കണം. ഇനി അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി അതിനെ നന്നായിട്ട് നമ്മൾ വേവിച്ചെടുക്കണം. വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടെടുത്താൽ അയ്യോ തൊണ്ട വയ്യ, നേരത്തെ പറഞ്ഞില്ലേ തൊണ്ടയ്ക്ക് നല്ല പണി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും തൊണ്ട ഒരുമാതിരി ഡ്രൈ ആവും പോലെ. നമ്മൾ ചില ദിവസങ്ങളിൽ ചില സമയം നമ്മൾ പരീക്ഷയ്ക്കൊക്കെ ഇരിക്കുമ്പോഴേക്കും ഇങ്ങനൊരു വരണ്ട ചുമ വരുമില്ലേ, ചുമയ്ക്കാനും പറ്റില്ല, കണ്ണൊക്കെ ഇങ്ങനെ ഇരിഞ്ഞ് മണ്ടയൊക്കെ മൊത്തം ഇങ്ങനെ നീറി വരും പോലെ തോന്നുമല്ലോ, അതേപോലെ ഒരു ചുമയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ചക്കക്കുരു മെഴുക്കുവരട്ടിയെ പറ്റിയായിരുന്നു. അങ്ങനെ അതും കൂടെയൊക്കെ ഇട്ട് നല്ലൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ അമ്മ ഇവിടെ പാവയ്ക്ക തോരനും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് മരിച്ചിനി കിട്ടിയത്. അങ്ങനെ വിചാരിച്ച് മരിച്ചിനി അവിയലുണ്ടാക്കാമെന്ന്. അതും നമ്മൾ വേവാത്ത മരിച്ചിനിയാണ് എടുക്കാനായിട്ട്. അപ്പോൾ കിട്ടിയ മരിച്ചിനി അധികം വേവാത്തതാണ്, നല്ല വേവണതല്ല. അപ്പോൾ അതാണ് പരുവം. നമ്മൾ നല്ല വേവണതാണെങ്കിൽ ഒറ്റ തിളപ്പിന് ചിലപ്പോൾ അത് വെന്ത് പോയാലും നമുക്ക് ഈ മരിച്ചിനിയല്ല അവിയലിന് പറ്റിയ പരുവമല്ല. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ പിന്നെ നമ്മൾ അവിയലിൻ്റെ പീസുകൾ എങ്ങനെയാണ് കട്ട് ചെയ്ത് വയ്ക്കണത് അതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യണം. അതാണ് ആദ്യം ചെയ്യാനുള്ളത്. അങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഈ വേവാത്ത മരിച്ചിനി കൊണ്ട് അവിയൽ മാത്രമല്ല കേട്ടോ, തോരൻ വയ്ക്കാം. അതിങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് നമ്മൾ തോരന് കൊത്തി അരിയൂലേ, അതേപോലെ കൊത്തി അരിഞ്ഞിട്ട് ഒന്ന് വെള്ളം വെച്ച് വേവിക്കണം. എന്തായാലും ഈ സംഭവങ്ങൾ നല്ല വെന്ത് വരണമല്ലോ. അതിനുശേഷം നമ്മൾ തോരത്തിനുള്ള കൂട്ട് എങ്ങനെയാണോ തയ്യാറാക്കണത് അതേപോലെ ആ കൂട്ട് തയ്യാറാക്കി ഇളക്കി എടുത്താൽ നല്ല സൂപ്പറായിട്ട് തോരനും കിട്ടും. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ അവിയൽ വയ്ക്കാനായിട്ട് കഷ്ണങ്ങളെല്ലാം നല്ല നീളത്തിന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നല്ലതുപോലെ കഴുകിയതിന് ശേഷമാണ് ചട്ടിയിലിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ കഴുകിയത് കാണിക്കാത്തതാണ് ഞാനിങ്ങനെ എടുത്ത് പറയാൻ കാരണം ഞാൻ എപ്പോഴും പറയില്ലേ, അമ്മ വേറെ ആരെങ്കിലുമൊക്കെ ചാനൽ കാണുമ്പോൾ അമ്മ ഇരുന്ന് പറയണ കേൾക്കാം. അപ്പോൾ അവർ കഴുകിയില്ല കേട്ടോ, അത്ര പെട്ടെന്ന് അതൊക്കെ ചെയ്ത് തീർത്താന്നൊക്കെ അമ്മ ഇങ്ങനെ ചോദിക്കും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇപ്പോഴും കുറേ പേർക്ക് ഇത് പിടികിട്ടിയിട്ടില്ലെന്ന്. എല്ലാം നമുക്കിങ്ങനെ കാണിക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ കുറേയൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് കാണിക്കണത്. കുറേ നല്ല 3/4 ഭാഗവും കളഞ്ഞിട്ട് കുറച്ച് ഭാഗമായിരിക്കും കാണിക്കണത് തന്നെ. അങ്ങനെ മരിച്ചിനി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് കുറച്ച് തേങ്ങാപ്പീര, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, ഇത്രയും സംഭവങ്ങൾ മതി. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഒരുപാട് അരഞ്ഞു പോകാനും പാടില്ല. ഇനി ഇതിലേക്കിട്ട് ഇളക്കിയെടുക്കണം. പിന്നെ മരിച്ചിനി വേവണത് നമ്മൾ തിളച്ച് കഴിഞ്ഞാൽ കൂടെ നിൽക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി അങ്ങ് വെന്ത് പോയാൽ അതിൻ്റെ ആ ഒരു പരുവം മാറിപ്പോവും. അപ്പോൾ ഇതേപോലെ ഇളക്കിയെടുത്തിട്ട് വേണമെങ്കിൽ പച്ച എണ്ണ മാത്രം ഒഴിച്ച് എടുക്കാം. അതിനേക്കാളും നല്ലത് കടുക് താളിച്ചിട്ടിട്ട് എടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി മരിച്ചിനി അവിയൽ വെച്ചിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കണം, നല്ല രുചിയാണ്. അപ്പോൾ ഇത് അരപ്പൊക്കെ ഇട്ടിട്ടും കുറച്ച് വെള്ളം കിടപ്പുണ്ട്, നമുക്ക് ഒട്ടും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇനി ഈ വെള്ളം കൂടെ ഫുള്ള് വറ്റിച്ചെടുക്കണം. അത് കഴിഞ്ഞെടുത്താൽ നല്ല ഡ്രൈ ആക്കി എടുത്താൽ അതിന് ആ ഒരു പരുവം കിട്ടുള്ളൂ. നല്ല ടേസ്റ്റിൽ നമുക്ക് ആ സംഭവം എടുക്കാനും പറ്റുള്ളൂ. അങ്ങനെ തൊട്ടുള്ള പണികളൊക്കെ എല്ലാം തീർന്നിട്ടുണ്ട്. ഇനി ബാക്കി വലിയ പണി കിടക്കണതേ ഉള്ളൂ, ക്ലീനിങ്. ഒരു കുന്ന പാത്രം ഉണ്ടായിരുന്നു കഴുകാനായിട്ട്, ഞാനതൊന്നും കാണിച്ചില്ല. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പാത്രങ്ങൾ കഴുകി വയ്ക്കും. ഞാൻ പറഞ്ഞില്ല, ഇന്ന് പിന്നെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് ഓരോന്നൊക്കെ പിന്നെ പെട്ടെന്നാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴേക്കും ഒന്നിനും സമയം കിട്ടിയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വിരുന്നുകാരുണ്ടെന്ന്, അപ്പോൾ അവർക്കുള്ള ഭക്ഷണം കൊടുക്കണം. അതിനായിട്ട് ആ ഭാഗമെല്ലാം നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളം അവിടെ കിടപ്പുണ്ടായിരുന്നു. ആ വെള്ളമൊക്കെ ഇനി ഒന്ന് തൂത്ത് കളഞ്ഞതിന് ശേഷം ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആ തിട്ടപ്പുറം ഒന്ന് കഴുകിയെടുക്കണം. പിന്നെ ഞാൻ അവിടെ ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കേശു വന്ന് അതിനെ കൈകാര്യം ചെയ്തതാണ്. ആ ഒരു കുഞ്ചൻ കൈ കണ്ടത് അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ ഒരു വാഴയിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി വാഴയില കഴുകിയൊക്കെ എടുക്കണം.
പിന്നെ നല്ല ചൂട് ചോറ് വെച്ച് ഇറക്കി വടിച്ച് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. വടിച്ചെന്ന് പറഞ്ഞാൽ വാർത്ത് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് കുറച്ച് ഒരു 1-2 തവി മതിയാവും. കാരണം ഇപ്പം അത്ര ആൾക്കാർ ഇപ്പോൾ വരണുള്ളൂ. ഇതാ ഒരു ചോറും കൂടെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതാ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടങ്ങ് വെച്ച് കൊടുത്താൽ മതി. സമയമാകുമ്പോഴേക്ക് ആൾക്കാർ വന്നങ്ങ് കഴിച്ചോളും. കാക്കകളെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ചിലപ്പോൾ കാക്ക വരാം, ചിലപ്പോഴല്ല, കാക്ക ഉറപ്പായിട്ടും വരും. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടയ്ക്ക് നോക്കിയപ്പോൾ വേറൊരു കിളി വന്നിട്ട്, നമ്മൾ ചിത്രക്കിളി എന്ന് പറയില്ല, ആ സംഭവമൊക്കെ വന്നിരുന്ന് കഴിക്കണത് കണ്ട് ആർക്കാണോ വിശക്കണത് അവർ കൊണ്ട് പൊയ്ക്കോട്ടെ എന്ന് ഞങ്ങളും വിചാരിക്കും. അങ്ങനെ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞ് കേശു അവിടെ കാർട്ടൂണിൻ്റെ ഫ്രണ്ട് ഇരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഗസ്റ്റുകൾ വരണമെങ്കിൽ നമുക്ക് അപ്രതീക്ഷിതമായിട്ടായിരിക്കും വരണതല്ലേ. ചിലപ്പോൾ നമുക്ക് വരാറാവുമ്പോൾ അവർ എത്താറാവുമ്പോഴായിരിക്കും വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരണുണ്ടെന്ന് പറയും. നമുക്ക് പിന്നെ ആകെപ്പാട് ഒരു വെപ്രാളമാണ്. അയ്യോ, നമ്മൾ പണ്ട് അമ്മയൊക്കെ ഓരോന്ന് ചെയ്യുമ്പോഴേക്കും ഞാനും അനിയത്തിയും കളിയാക്കും. ഒരു പെര പണ്ട് നമ്മളെ മുറികളെയൊക്കെ പടിഞ്ഞാറേ പെര, തെക്കേ പെര, വടക്കേ പെര അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അന്നിങ്ങനെ ഹാള്, സിറ്റ് ഔട്ട് അങ്ങനെയൊന്നും പറയില്ലല്ലോ. നമ്മളെ പഴയ ഓടിട്ട വീടല്ലേ. അപ്പം ഞങ്ങളിങ്ങനെ ആരെങ്കിലും വരണം കേൾക്കുമ്പോഴും അച്ഛനും അമ്മയും കൂടെ ഉള്ള വെപ്രാളവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ പറയും, തുടങ്ങി. ഇപ്പം ഇനി പടിഞ്ഞാറേ പെരേനെ എടുത്ത് തെക്കേ പെരയിൽ വയ്ക്കും, തെക്കേ പെരേനെ എടുത്ത് വലിയ പെരയിൽ വയ്ക്കും. ഇനി അതാണ് ഇവിടുത്തെ മേളം എന്ന് പറയും. കാരണം അതേപോലെ ഒരു വെപ്രാളമായിരിക്കും. മൊത്തത്തിലൊന്ന് തുടച്ച്, ചിലപ്പോൾ കുറേ തുണികൾ, നമ്മൾ അലക്കിയ തുണികളെല്ലാം കൊണ്ട് കസേരപ്പുറത്തൊക്കെ ഇട്ടിരിക്കുകയായിരിക്കും. അതിനെയൊക്കെ എടുത്ത് മൊത്തത്തിലൊന്ന് മറച്ചൊക്കെ വെച്ച് എന്തൊക്കെ ബഹളമായിരിക്കുമല്ലേ ആരെങ്കിലും വരണമെന്ന് കേൾക്കുമ്പോഴേക്കും. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വരണമെന്ന് പറയുമ്പോഴേക്കും നമ്മൾ ആദ്യം ചെയ്യാനുള്ള ഡൈനിങ് ടേബിൾ ഫുള്ളൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും അവരെന്തെങ്കിലും കഴിക്കാനായിട്ട് വിളിക്കും. അപ്പോൾ ആ ഡൈനിങ് ടേബിൾ, വാഷ് ബേസിനും, പിന്നെ നമ്മൾ ആ ഹാളിലിട്ടിരിക്കുന്ന സെറ്റിയോ അല്ലെങ്കിൽ ചെയറോ എന്തായാലും ഇത്രയും ഭാഗം ഒന്ന് ക്ലീൻ ആക്കിയാൽ തന്നെ പെട്ടെന്ന് നമുക്ക് ചടപടയെന്ന് ചെയ്യാൻ പറ്റിയ സംഭവങ്ങൾ ഇത്രയൊന്ന് പെട്ടെന്ന് അങ്ങ് ക്ലീൻ ആക്കിയിട്ടാൽ ഒരു ഗസ്റ്റ് വരുമ്പോഴേക്കും നമുക്ക് വലിയ പ്രശ്നമില്ലാണ്ട് അങ്ങ് കടന്നു പോകും. പിന്നെ വേറൊരു കാര്യമുള്ളത്, അവരെ വീട് ചിലപ്പോൾ ഇതിൻ്റെ അപ്പുറമാണെങ്കിലും നമ്മുടെ വീട്ടിലൊന്ന് എന്തെങ്കിലും കണ്ടാൽ ഉടനെ അവർ പറയുകയും ചെയ്യും, എല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്നത്. അത് നമ്മളെ ശീലമായാലും അങ്ങനെ തന്നെ. ചിലപ്പോൾ നമ്മളെ വീട്ടിൽ അതൊക്കെ അതേപോലെ ആയിരിക്കും കിടക്കണത്. പക്ഷേ വേറൊരിടത്തോട് ചെല്ലുമ്പോൾ നമ്മൾ പിന്നെ ഭയങ്കര വലിയ ആൾക്കാരാവും. അങ്ങനെ ഇനി എനിക്കിനി ഷോപ്പിലോട്ട് പോകണം. അപ്പോൾ ഇനി കേശുക്കുട്ടനെ അംഗൻവാടിയിലൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനിതാ ഡ്രസ്സൊക്കെ തേച്ച് ഇട്ടുകൊണ്ട് വേണം പോകാനായിട്ട്. പിന്നെ എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങുമ്പോഴേക്ക് ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്ന കാര്യം ഭയങ്കര മടിയാണ്. പിന്നെ കുറേ നാളെ ഈ ഒരു ടോപ്പൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇത് പിന്നെ പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് നമുക്കിങ്ങനെ അയൺ ചെയ്യാതെ എടുത്തിടാനും പറ്റില്ല. അപ്പോൾ ഇന്ന് കുറച്ച് സമയമുള്ളതുകൊണ്ട് അയൺ ചെയ്തൊക്കെ ഇടാമെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതൊക്കെ ഇടാനായിട്ട് മടിക്കും. പെട്ടെന്ന് ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ ടോപ്പുകളൊക്കെ മാത്രമാണ് ഇട്ടുകൊണ്ട് പോകണത്. അപ്പോൾ ഇന്ന് ഞാൻ ഇത് എടുത്തപ്പോൾ അമ്മ ചോദിക്കുകയും ചെയ്തു, കുറേ നാളായല്ലോ ഇതിനെ കണ്ടിട്ട്, പുറലോകം ഇത് കണ്ടിട്ടെന്ന്. എന്നാൽ കണ്ടില്ലേ, മൊത്തം ചുരുണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ഇത്രയും ചുരുണ്ട് പോകാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മെഷീനിൽ തുണിയിട്ടപ്പോൾ അറിയാണ്ട് ഈ ടോപ്പും കൂടെ ആയി. ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും മെഷീനിൽ ഇടാറേ ഇല്ല. അത്രയും ഇതേപോലെ ആക്കി ഇങ്ങ് തിരിച്ചു തരും. അപ്പോൾ ഇടയ്ക്ക് മെഷീനിൽ തുണിയിട്ടപ്പോൾ ഇതും കൂടെ അതിൻ്റെ കൂട്ടത്തിലങ്ങ് ആയിപ്പോയി. പിന്നെ തീർന്നില്ലേ, മൊത്തം അടിച്ച് ചുരുട്ടി മടക്കി ഇങ്ങനെ കൈ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തേക്കാതെ ഇട്ടോട്ട് പോകാനായിട്ട് പറ്റുമോ. അപ്പോൾ അതിനെ ഇനി ഫുൾ അയൺ ചെയ്തൊക്കെ എടുത്ത് ഇനി ഷോപ്പിൽ പോയിട്ട് കുറച്ച് സമയം ഷോപ്പിലിരിക്കേണ്ടി വരും. കാരണം ഇപ്പം നമുക്ക് സ്റ്റാഫുകളൊന്നുമില്ല, ഞങ്ങൾ 2 ആളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ജനറൽ ഹോസ്പിറ്റലിൻ്റെ അങ്ങോട്ട് ചേട്ടന് ഷോപ്പിൽ പോവേണ്ടി വരും. ആ സമയത്ത് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഷോപ്പിൽ കാണുകയുള്ളൂ. അപ്പോൾ അതിനായിട്ടാണ് ഒരു 2 മണിക്കൂറത്തെ കാര്യം. അപ്പോൾ അതിനായിട്ട് പോവാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വന്നിട്ട് വേണം ഫുഡൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ പോണ സമയത്ത് ഭയങ്കര മടിയാണ്. കടയിൽ കൊണ്ടുപോയിരുന്ന് കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. നമ്മൾ അത്രയും നേരം ആരും കാണില്ല. പക്ഷെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എടുക്കുമ്പോഴേക്ക് അപ്പം ആൾ വരും. പിന്നെ കുറച്ച് ദിവസം കൊണ്ട് കേശുക്കുട്ട ഇതേപോലെ കളർ കോഴീനെ വേണമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ആദ്യമൊക്കെ ഞാൻ എന്ത് സാധനം വേണമെന്ന് പറഞ്ഞാൽ ഉടനടി വാങ്ങിക്കൊടുക്കുമായിരുന്നു. പിന്നെ ഓരോരുത്തർ പറയാനുണ്ട്, അങ്ങനെ ഒരിക്കലും വാങ്ങിക്കൊടുക്കരുത്, പിള്ളേർ എന്തെങ്കിലും കാര്യത്തിന് വാശി പിടിച്ചാൽ അത് ഒരു കാരണവശാലും ആ സമയത്ത് വാങ്ങിക്കൊടുക്കരുതെന്ന്. അപ്പോൾ എന്തായാലും 2-3 ദിവസം കൊണ്ട് നല്ലതുപോലെ വാശി പിടിക്കുന്നുണ്ട് ഈ കോഴിക്കായിട്ട്. അങ്ങനെ അപ്പോഴൊന്നും വാങ്ങിക്കൊടുത്തില്ല. പിന്നെ മോൻ ആ കാര്യം ചോദിക്കാണ്ടായി 2 ദിവസം കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ചേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ അംഗൻവാടിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഉടനെ ഒരു സർപ്രൈസ് ആയിട്ടാണ് കാണിച്ചത്. ഭയങ്കര സന്തോഷമായിരുന്നു ആൾക്ക്. എല്ലാ കോഴിക്കുഞ്ഞുങ്ങളെയും പിടിച്ച് മടിയിലൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്.
ഓരോരുത്തർക്ക് അമ്മയെ നമുക്ക് ഇതിന് പേരൊക്കെ ഇടണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നിനും പേരൊക്കെ ഇടണം. പിന്നെ ഇതിൻ്റെ കാര്യം അറിഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ട് കിട്ടിയാൽ കിട്ടി. കളർ കോഴിയാണെങ്കിൽ ഇത് നമ്മൾ ഇറച്ചിക്കോഴിയാണല്ലോ, വെള്ളക്കോഴി. ഇതിലിങ്ങനെ കളർ ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. അതിൻ്റെ ചിറക് മാത്രം കണ്ടില്ലേ, പുതിയ പുതിയ തൂവൽ വരുന്നത് എല്ലാം വെള്ളയായിരിക്കും, ബാക്കി ആ പഴയ കളറിൽ തന്നെ ഇരിക്കും. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കളറാണ്. നല്ല മജന്ത കളറായിരുന്നു. നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് പോകുമ്പോഴേക്കും ചിലപ്പോൾ ഇത്രയും കളറായിട്ടുള്ള ഈ ഒരു കളർ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും പോണത്, പക്ഷെ ചെല്ലുമ്പോഴേക്കും അതവിടെ കാണൂല. അങ്ങനെ വരണ വഴിക്ക് ഒരു ബേക്കറി ചെയ്യുന്ന ചേട്ടൻ എന്തോ ആ ഒരു പെട്ടിയൊക്കെ വാങ്ങി. കാരണം നമുക്കിവിടെ കോഴി കൊണ്ടുവന്നാൽ അതിനെ ഒന്ന് ഇട്ട് വെക്കാനായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതിൽ തന്നെ കോഴീനെയൊക്കെ ആക്കി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തപ്പോഴേക്ക് വെള്ളമൊക്കെ കുടിക്കണമുണ്ട്. കുറച്ച് ചോറിട്ട് കൊടുത്തപ്പോൾ അതൊക്കെ സംഭവം ആൾക്കാർ കഴിക്കണ ചോറാണ് ഇട്ട് കൊടുത്തത് ആദ്യം, അതൊക്കെ കഴിക്കണുണ്ട്. അങ്ങനെ നമുക്ക് പൊടിയരിയില്ല. കേശു കണ്ടില്ലേ, കേശുവിന് ആള് ഫുൾ ഹാപ്പി. അപ്പോൾ മോൻ കുഞ്ഞായിരുന്നപ്പോൾ ഇങ്ങനെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ആളിനെ അറിഞ്ഞൂടല്ലോ. ഇപ്പോൾ കുറച്ചും കൂടെ വലുതായില്ലേ, അപ്പോഴേക്കും ഇങ്ങനെ കയ്യിലൊക്കെ ഇട്ട് ഇങ്ങനെ ഞെരടയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യണില്ല, മോന് അറിവായല്ലോ. അങ്ങനെ അമ്മ എന്തായാലും പുറത്ത് ഈ ഒരു സൈഡ് കൊണ്ടൊക്കെ ഇറക്കി നിർത്തിയിരിക്കുകയാണ്. അതിനും പുറലോകം കാണണ്ടേ, എത്രയെന്ന് വെച്ചാൽ അതിനകത്ത് കിടക്കണത്. പിന്നെ അമ്മയ്ക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതൊക്കെ അമ്മ നോക്കിക്കോളും. അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്താക്കി. പിന്നെ ഇവിടെ എപ്പോഴും പരുന്തുണ്ട്, പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, എല്ലാ സംഭവങ്ങളും, ഇല്ലാത്ത ഒന്നുമില്ല. അതുകൊണ്ട് അതിനെ എല്ലാത്തിനെയും പേടിയുമാണ്. അത് കൂടെ നിന്നാലേ പറ്റുകയുള്ളൂ. പൂച്ച ഇഷ്ടം പോലെയുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ചപ്പുറത്ത് ഒരു ചേട്ടൻ ഇങ്ങനെ പരുന്തിനെ വളർത്തുന്നതുകൊണ്ട്, അപ്പോൾ ഈ വളർത്തുന്ന പരുന്ത് എപ്പോഴും വന്ന് ഇവിടെ വന്നിരിക്കുന്നത് കാണാം. അങ്ങനെ സംഭവം പാവം കേട്ടോ, എല്ലാം ഇങ്ങനെ കൊത്തി തിന്ന് എപ്പോഴും തീറ്റ തന്നെ, എന്ത് കൊടുത്താലും തിന്നുകൊണ്ട് നടക്കുകയാണ്. അതിലൊരു കോഴി കണ്ടല്ലേ, ഒരു കോഴി ഇങ്ങനെ ഉറങ്ങി നിൽക്കണം. അത് രക്ഷപ്പെടുമോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും രക്ഷപ്പെടട്ടെ. അപ്പോൾ അച്ചാമ്മയും മോനും കൂടെ അവിടെ ഇരുന്ന് കോഴികളെയൊക്കെ ഇങ്ങനെ നോക്കി. രണ്ടാൾക്ക് സമയം പോകുമല്ലോ. അങ്ങനെ അമ്മ അതിൽ നിന്ന് വേറൊരു ബേസിനിലോട്ട് മാറ്റി ഒരു പേപ്പറൊക്കെ അടിയിൽ ഇട്ട് കൊടുത്തിട്ട് അതിൽ തീറ്റയൊക്കെ മാറ്റി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം ആയപ്പോഴേക്കും അതിൻ്റെ അവസ്ഥ കണ്ടില്ലേ, അത് ഫുള്ള് വെള്ളവും എല്ലാം ആക്കിയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിനൊന്ന് കഴുകിയൊക്കെ എടുക്കാമെന്നും പറഞ്ഞ് എടുത്ത് വെളിയിൽ കൊണ്ടുവച്ച്. അപ്പം നമ്മളൊന്ന് വൃത്തിയായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. ചുമ്മാ നമുക്ക് എന്ത് സംഭവങ്ങൾ വാങ്ങിക്കാനായിട്ട് എളുപ്പമാണ്, പിന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണ കാര്യമല്ലേ പാട്. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് ചെയ്ത പ്രവൃത്തിയാണ്. മൊത്തം വെള്ളവും അത്രയും ആക്കി. അങ്ങനെ അത് എടുത്തൊന്ന് കഴുകി വയ്ക്കാം. കഴുകി ഉണങ്ങുമ്പോഴേക്കും മറ്റേ സംഭവം ഉണ്ടല്ലോ, അപ്പോഴേക്ക് അതിലേക്ക് മാറ്റാമെന്നൊക്കെ രണ്ടും മാറ്റി വെക്കാം എന്ന് വിചാരിക്കുകയാണ്. ഇതിന് രക്ഷപ്പെട്ട് വളർന്ന് കിട്ടിയാൽ മാത്രം കൂടിനെ പറ്റിയൊക്കെ ചിന്തിച്ചാൽ മതിയല്ലോ. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണ്, ഏത് രൂപത്തിലോട്ടൊക്കെ ആയി വരും ഒന്നും അറിയാൻ പറ്റാതെ നമ്മൾ കൂട് വാങ്ങിച്ചാൽ അത് നമുക്ക് ടോട്ടലി വേസ്റ്റാണ്. അപ്പോൾ ഇനി അതിനൊന്ന് നല്ലതുപോലെ അങ്ങ് കഴുകി വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ചേട്ടൻ പറയുന്നുണ്ട്, പിന്നെ ഈ കോഴിയുടെ വില അറിയണ്ടേ, 4 കോഴിക്ക് 100 രൂപയായിരുന്നു, ഒരു കോഴി 25 രൂപ. പണ്ടൊക്കെ ആണെങ്കിൽ അമ്മ പറയണേക്കെ 2 രൂപയ്ക്കൊക്കെ അമ്മ ഇത് വാങ്ങിയിട്ടുണ്ടെന്ന്. പിന്നെ വേറൊരു കാര്യമുണ്ട്, അന്ന് 2 രൂപയ്ക്ക് കോഴിയെ വാങ്ങിയ സമയത്ത് അരിക്കും അത്രയേ ഉള്ളൂ വില. ആ സ്ഥാനത്ത് ഇപ്പോൾ അരിയുടെ വില എത്രയായി, 60, 50, 60 ഒക്കെ ആയില്ലേ. അപ്പോൾ അവർക്കും ഈ കോഴീനെ വിറ്റിട്ട് അരി വാങ്ങണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇനി കുറച്ച് തുണികളൊക്കെ ഇവിടെ കൊണ്ട് വിരിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഈ ടെറസിൻ്റെ മുകളിൽ കയറി തുണി വിരിക്കാനും മടിയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കരിഞ്ഞു പോകും, അത്ര വെയിലുമാണ്. അപ്പോൾ പെട്ടെന്ന് കുറച്ച് തുണികളൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് വിരിച്ചിരിക്കും. ഇതിപ്പോൾ അമ്മ രാവിലെ കഴുകിയിട്ട സാരിയും അമ്മയുടെ ബ്ലൗസൊക്കെയാണ് അമ്മ ഇവിടെ കൊണ്ട് വിരിച്ചത്. അമ്മയെ കൊണ്ട് പാടാണ് മുകളിൽ കയറി വിരിക്കാൻ. അതുപോലെ മുകളിൽ കയറി വിരിക്കുകയും ചെയ്തതെന്ന് പറഞ്ഞിട്ടുമുണ്ട് അമ്മയോട്. പെട്ടെന്നൊക്കെ അങ്ങനെ കയറുമ്പോഴേക്ക് ചെറുതായിട്ടൊന്ന് സ്ലിപ്പാവേ എന്തെങ്കിലും ചെയ്താൽ പിന്നെ പാടല്ലേ കാര്യങ്ങളൊക്കെ. അങ്ങനെ അമ്മയുടെ സാരി കഴുകി കഞ്ഞിയൊക്കെ മുക്കി ഇവിടെ കൊണ്ട് വിരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അതൊക്കെ എല്ലാം സാരികളും ബ്ലൗസും ഒക്കെ എല്ലാം എടുത്തുകൊണ്ടൊക്കെ വരെയാണ്. കേശു പിന്നെ ഫുൾ ടൈം ഇപ്പോൾ കോഴിയുടെ കൂടെ തന്നെ, കോഴിയുടെ അടുത്തുനിന്ന് മാറണതേ ഇല്ല. പിന്നെ രാത്രി ആയപ്പോഴേക്ക് കുഞ്ഞമ്മയും മോളെ മക്കളുമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വീട്ടിൽ വന്നിട്ട് നേരെ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്ന്
അപ്പോൾ അവൾക്ക് 2 പെൺകുട്ടികളാണ്. അപ്പോൾ അത് കേശുവും അവൻ്റെ ലച്ചു ചേച്ചിയും പാറും ഒക്കെ ആയിട്ട് ഭയങ്കര കളി നടക്കുകയാണ് അവിടെ. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമുക്കിപ്പം എഴുന്നള്ളത്ത് വരുമെന്ന്. അപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചി അതിൻ്റെ കാര്യം എഴുന്നള്ളത്തിന് പോകണില്ലേ പോവാറായ എന്നൊക്കെ ചോദിക്കാൻ വന്നപ്പോഴാണ് ആൻറ്റി, ഞങ്ങൾ കുഞ്ഞമ്മയാണെങ്കിൽ ആൻറ്റി എന്നാണ് വിളിക്കണത്. അപ്പോൾ മോളിയൻ്റെ കണ്ടപ്പോഴേക്ക് ചേച്ചി അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ കുട്ടിപ്പട്ടാളംസ് ഇവിടെ ഭയങ്കര അടിയും ബഹളമായിട്ടൊക്കെ നടക്കുകയാണ്. അങ്ങനെ ഈ പറയും പോലെ കേശുവും ഒറ്റയ്ക്ക് വളരണത് കൊണ്ട് അവന് പിള്ളേരെ കാണുമ്പോഴത്തേക്ക് 10 തലയാണ്. ഭയങ്കര മേളമാണ് ഇവിടെ. 3 ആളും തമ്മിൽ ആദ്യം ചെറിയ കളിയും ചെറിയ അടിയൊക്കെ ആയി. പിന്നെ അടിയുടെ ആ ഒരു ദിശ മാറും എന്ന് തോന്നുമ്പോഴേക്കും നമ്മൾ ഓടിച്ചാടിയൊക്കെ ഇടപെട്ടോളൂ അതിൽ. അങ്ങനെ ഇനി ചേട്ടൻ വന്നില്ല, ഷോപ്പൊക്കെ അടച്ചിട്ട്. ഇനി ചേട്ടനും കൂടെ വന്നിട്ട് വേണം. ഇപ്പോൾ ഇനി എഴുന്നള്ളത്ത് വരുമ്പോഴേക്കും എന്തായാലും 12 മണിയെങ്കിലും ആവുമെന്നാണ് പറയണത്. പക്ഷേ കേശു ഉറങ്ങൂല. കേശുവിന് എവിടെയെങ്കിലും കൊട്ടൊക്കെ ഒന്ന് കേട്ടാൽ മതി, അപ്പോഴമ്മേ നമുക്ക് പോകണ്ടേ. അതുപോലെ തന്നെ ആരുടെയെങ്കിലും ബർത്ത്ഡേ എന്നോ എവിടെയെങ്കിലും കല്യാണമോ എന്നൊക്കെ പറയുമ്പോൾ ഉടനെ കേശു ചോദിക്കും നമുക്ക് പോകണ്ടേ എന്ന്. കാരണം മോൻ ഇതുപോലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായിട്ട് എന്നെ പോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞങ്ങൾ 2 ആളെയും സ്വഭാവം പോലെയേ അല്ല ചേട്ടൻ്റെ സ്വഭാവം. ചേട്ടനാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാൻ ഭയങ്കര മടിയാണ്. ഉത്സവങ്ങൾക്ക് ആയിരുന്നാലും ആറ്റുകാൽ അമ്പലത്തിൻ്റെ നടയിൽ കിടന്ന ആളാണ്. പക്ഷേ ആൾക്ക് മടിയാണ് ഉത്സവങ്ങൾക്കൊക്കെ പോകാനായിട്ട്. അല്ലാത്ത ദിവസങ്ങളിൽ അമ്പലങ്ങളിൽ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടവും ഭയങ്കര ഭക്തനുമാണ്. പക്ഷേ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ പോകാനായിട്ട് ആൾക്ക് മടിയാണ്. അപ്പം പറയും ഈ ആളും ബഹളമൊക്കെ ആകുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് പ്രാർത്ഥിക്കാനൊന്നും പറ്റൂല, ഭഗവാൻ എപ്പോഴും അവിടെ തന്നെ കാണുമല്ലോ എന്നൊക്കെ പറയുന്ന ആളാണ് എൻ്റെ ഭർത്താവ്. അപ്പോൾ ഇവിടെ കേശു ലച്ചുവിൻ്റെയും പാറുവിൻ്റെയൊക്കെ തലയിലിരിക്കുന്ന സ്ലൈഡും അവരുടെ മുടിയൊക്കെ കാണുമ്പോൾ കേശുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പെൺപിള്ളേരെ കാണുമ്പോൾ. അപ്പോൾ ലച്ചുവിൻ്റെ തലയിൽ ചെറിയൊരു പാവക്കുട്ടി മോഡൽ സ്ലൈഡൊക്കെ ഇരിക്കുകയായിരുന്നു. അതൊക്കെ ഇങ്ങനെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേശുക്കുട്ടൻ. ഇനി എഴുന്നള്ളത്ത് കാണാനായിട്ട് പോകണം. അപ്പോൾ എഴുന്നള്ളത്ത് കാണാനായിട്ട് വീട്ടിൽ പോയി നിന്നാൽ മതി. നമ്മുടെ ഇപ്പോൾ റോഡൊക്കെ പൊളിച്ച് കിടക്കുന്നത് കൊണ്ട് നമ്മുടെ വീടിൻ്റെ ആ റോഡ് വഴിയാണ് എഴുന്നള്ളത്ത് പോണത്. ഇന്നേ വരെ അങ്ങനെ എഴുന്നള്ളത്ത് പോയിട്ടില്ല. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലെ റോഡെന്നല്ല ഉദ്ദേശിച്ചത്, നമ്മളെ വീട്ടിൽ നിന്ന് ആ ചിന്നിറങ്ങുന്ന റോഡിൻ്റെ അതേ വഴി പോയി ബൈപ്പാസ് ഇറങ്ങിയിട്ടാണ് എഴുന്നള്ളത്ത് പോണതെന്ന്. അങ്ങനെ അവർ പോവാനായിട്ട് ഇറങ്ങിയപ്പോഴേക്ക് കേശുവിന് സങ്കടം. കേശു പറയുന്നുണ്ട് പോണ്ട, എനിക്ക് സങ്കടം വരുമെന്നും പറഞ്ഞിട്ട് കേശു കുറച്ച് നേരം കുറച്ച് കരച്ചിലും ബഹളമൊക്കെ ആയിട്ടൊക്കെ നിന്ന്. ഇനി എന്തായാലും അവർ പോയി കുറച്ച് കഴിഞ്ഞ് ഇനി ചേട്ടനും കൂടെ വന്നിട്ട് ഞങ്ങളും അങ്ങോട്ട് പോകണുണ്ട്. ഉത്സവമൊക്കെ കാണണമല്ലോ. കേശുവിൻ്റെ ഉദ്ദേശം പലതാണ്. അവരുടെ കൂടെ അവിടെ കിടന്ന് കളിക്കണം, കളിപ്പാട്ടങ്ങൾ വാങ്ങണം, ഇതൊക്കെയായിരുന്നു കേശുവിൻ്റെ ഉദ്ദേശം. പിന്നെ നമ്മളൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് ഇങ്ങനത്തെയുള്ള ബലൂണുകളൊന്നും ഇല്ലല്ലോ. നമുക്ക് നമ്മൾ ആപ്പിൾ ബലൂൺ എന്നൊക്കെ പറയില്ല, ആ ബലൂണ്, കിലുക്ക് ബലൂണ്, പിന്നെ അപ്പൂപ്പ അമ്മൂമ്മ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല കേട്ടോ. ഇപ്പോൾ വരണതെല്ലാം ഇതുപോലുള്ള സംഭവങ്ങളാണ്. അതുപോലുള്ള ബലൂണുകൾ ഇപ്പോൾ കാണാനായിട്ട് അധികം കുറവാണ്. ഞങ്ങൾക്ക് എപ്പോഴും പോയാലും ആ ബലൂണ്, പിന്നെ കിലുക്ക് ബലൂണെന്ന് കേൾക്കുമ്പോൾ പിന്നെ കലിയായിരുന്നു. ഈ ആപ്പിൾ ബലൂണായിരുന്നു കൂടുതലിഷ്ടം. പിന്നെ അപ്പൂപ്പ അമ്മൂമ്മയുണ്ട്. പിന്നെ ഒരു അല്ലാത്തൊരു സംഭവം ഉണ്ടല്ലോ, നമ്മളിങ്ങനെ തിരിച്ചും ഒരു കമ്പ് പോലെ ഇങ്ങനെ കറക്കിയൊക്കെ എടുക്കുമല്ലോ, അതൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല. അപ്പോഴേക്ക് ഉത്സവം നമ്മളെ. പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ കേശു തൊഴണുണ്ട്. മോനിങ്ങനെ ഈ ദേവി രൂപങ്ങളും, അപ്പോൾ ഭദ്രകാളി, അയ്യപ്പൻ, മുരുകൻ, അങ്ങനെയുള്ള ഓരോ രൂപങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ കണ്ടപ്പോഴേക്കും മോനിങ്ങനെ ഭക്തിയോടുകൂടി തൊഴണുണ്ട്. അതൊരു നല്ല ശീലമാണല്ലോ. ഇങ്ങനെയുള്ളത് കാണുമ്പോൾ നമ്മളെന്ത് ചെയ്യുന്നോ അത് തന്നെയാണ് നമ്മുടെ മക്കൾ. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യണത് കാണുമ്പോൾ അവരും അറിയാണ്ട് അവരുടെ മനസ്സിൽ ഇതൊക്കെ ഇങ്ങനെ അതങ്ങ് രജിസ്റ്റർ ആയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇതുപോലുള്ള എന്ത് കണ്ടാലും കേശു ഒപ്പം തൊഴും. അതുപോലെ തന്നെ ഇതുവഴി ഇങ്ങനെ വീട്ടിലോട്ട് വരുമ്പോഴേക്കും അവിടെ ഗുരുസ്വാമിയുടെ ഒരു വിഗ്രഹം വെച്ചിട്ടുണ്ട്. അവിടെ എത്തുമ്പോഴും കേശു ഒപ്പം ഇങ്ങനെ ഗുരുപ്പൂപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അതുവഴി നടന്നു പോണത്. അപ്പോൾ കറക്റ്റ് 12 മണിയായി നമ്മുടെ ജംഗ്ഷനിൽ എഴുന്നള്ളത്ത് എത്തിയപ്പോഴേക്കും. പക്ഷേ എല്ലാവരും ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഇതൊക്കെ ഒരു വികാരമല്ലേ നമുക്ക്. എഴുന്നള്ളത്തെന്നൊക്കെ കേൾക്കുമ്പോഴും ഈ ഒരു കൊട്ട് കേൾക്കുമ്പോഴും കേശുവിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇരിക്കായാലും എങ്ങനെയാണ്, ഒരു മനസ്സമാധാനവും ഇല്ല. അതുപോയി ഒന്ന് കാണാണ്ട് വരാനും പറ്റില്ല.
അങ്ങനെ എല്ലാവരും നിന്ന് ഈ ഒരു എഴുന്നള്ളത്തൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഒരു ഏരിയയിൽ ആദ്യത്തെ ഉത്സവം ഇവിടെ മാടൻ തമ്പുരാൻ്റെ നടയിലാണ്, മാടൻ നടയിൽ. പിന്നെ ഇതാ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല ഇതാ ഇങ്ങനെ ഒരു ഫ്യൂഷൻ. കൊട്ടുമുണ്ട്, എന്നുവെച്ചാൽ ശിങ്കാരിമേളവും ഉണ്ട്. അതുപോലെ തന്നെ ഈ പയ്യൻ്റെ ഒരു വയലിൻ വായനയുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ കേട്ട് ലയിച്ച് നിൽക്കുമെന്ന് പറയില്ല, അതേപോലെ ഒരു സംഭവമായിരുന്നത്. എന്തായാലും അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ. നല്ല രസമായിരുന്നു. നമ്മളിങ്ങനെ കേട്ട് ലയിച്ച് നിൽക്കില്ലേ, അതേപോലെ ഒരു അനുഭവമായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ ശിങ്കാരിമേളം കഴിഞ്ഞ് അടുത്ത് പിന്നെ അത് അവരുടെ കൂടെ ഉണ്ടായിരുന്നതാണ്. അടുത്ത് വീണ്ടും ഒരു ശിങ്കാരിമേളം ഉണ്ടായിരുന്നു. അതിലായിരുന്നു കേശുവിൻ്റെ സാറൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ 2-3 ദിവസമായി കിച്ചു പഠിപ്പിക്കാനായിട്ടൊക്കെ വന്നിട്ട് ഈ ഒരു ശിങ്കാരിമേളത്തിൻ്റെ കൂടെയാണ്. ഇത് നമ്മുടെ അവിടെയുള്ള പയ്യന്മാരാണ് ഈ ശിങ്കാരിമേളം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലായിരുന്നു കിച്ചുവൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ കേശു ഇങ്ങനെ കിച്ചുവിനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ കിച്ചു ചേട്ടാ ഇപ്പോൾ വരും ചെണ്ടയും കൊട്ടിക്കൊണ്ടെന്ന്. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും അവൻ ചെണ്ട കൊട്ടാതെയാണ് വന്നത്. അങ്ങനെ അതും കഴിഞ്ഞ് ഇനി ഭഗവാൻ എഴുന്നള്ളി വരെയാണ്. അപ്പോൾ നമ്മുടെ പനയുടെ മുട്ടിലാണെങ്കിൽ ഇപ്പോൾ ആനപ്പുറത്തല്ല, ചപ്പുറത്തിലാണ് എഴുന്നള്ളത്ത്. അപ്പോൾ ഇവിടെ ആനപ്പുറത്ത് തന്നെയാണ് തമ്പുരാൻ വരണത്. അപ്പോൾ എഴുന്നള്ളത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി വന്നിട്ട് ഗുരുസ്വാമിയുടെ അവിടെ പടുക്കയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ പടുക്കയെല്ലാം എടുത്ത് അതിന് ശേഷം അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു എഴുന്നള്ളത്ത് നമ്മുടെ ആ ഒരു റോഡ് ഇങ്ങനെ അങ്ങ് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ റോഡിൻ്റെയൊക്കെ ആ പ്രശ്നം കൊണ്ടാണ് ഇതുവഴി എഴുന്നള്ളത്ത് പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.